യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അബിൻ വർക്കി, ഗൗരവത്തോടു കൂടി ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. കാരണം പെൻഷൻ വാങ്ങുന്നവരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും എന്ന് പറയുമ്പോൾ ആ ഗണത്തിൽ പെടുന്നവരിൽ കോളേജ് അധ്യാപകർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഈ പറയുന്ന ഹയർ സെക്കൻഡറി അധ്യാപകരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി നമ്മൾ ഈ സംവിധാനത്തിൽ പറ്റിയ പിഴവ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും? തീർച്ചയായിട്ടും ഇതിപ്പോ ഈ വാർത്ത ഏറെ അവിശ്വസനീയമാണ്. അതിലുപരി വലിയ ഷോക്കിംഗ് ആണ്. കാരണം സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ക്ഷേമ പെൻഷൻ സർക്കാർ ജീവനക്കാരാകുമ്പോൾ തന്നെ കിട്ടുക എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ വരെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് പിടിക്കപ്പെടാതെ പോയത് എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സർക്കാരിന്റെ കയ്യിൽ ഇതിന്റെ കൃത്യമായ രേഖകൾ ഉണ്ടാവും. ആരൊക്കെ ജോലി എടുക്കുന്നു, ആർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തിരിച്ച് അവർക്ക് കൃത്യമായ രേഖകളും വിവരങ്ങളും ഉണ്ടാവും. എന്നിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും കാലം തുടർച്ചയായിട്ട് ഈ പെൻഷനുകളും അതോടൊപ്പം തന്നെ ജോലിയിലും അതിന്റെ ശമ്പളവും ഒക്കെ മേടിക്കാൻ പറ്റിയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ സർക്കാർ ജീവനക്കാർ നോക്കുമ്പോൾ ഏതായാലും സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും വലിയ കൊടും തട്ടിപ്പ് നടത്തുകയാണ്. അപ്പൊ നമ്മളൊക്കെ കുറച്ച് തട്ടിപ്പൊക്കെ നടത്തി ജീവിക്കാമെന്ന് അവർ ചിന്തിച്ച് കാണും. കാരണം ഇത്രയും വലിയ കള്ളൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ചെറിയ കള്ളത്തരമൊന്നും കാണിച്ചാൽ പിടിക്കപ്പെടില്ല എന്ന് സ്വാഭാവികമായിട്ടും അത് ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട സംവിധാനത്തിൽ തന്നെ ഊറ്റണമായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമല്ലേ? അത് പാവങ്ങളുടെ ചട്ടിയിലാണല്ലോ എല്ലാവരും കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ഇവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. പെൻഷൻ മുഴുവൻ മുടങ്ങിക്കിടക്കുകയാണ്. എങ്കിലും ഇവിടുത്തെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളത്തിന് മുടങ്ങില്ല. മന്ത്രിമാരുടെ സുഖലോലുപമായ ജീവിതങ്ങൾക്ക് ഇവിടെ ഒരു മുടക്കില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ക്ഷേമ പെൻഷനുകൾ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ, യഥാർത്ഥ ഗുണഭോക്താക്കൾ ഈ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് വേണം ജീവിക്കാൻ. അപ്പോഴാണ് ശമ്പളവും മേടിച്ച് തട്ടിപ്പ് കാണിച്ച് ക്ഷേമ പെൻഷനും മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നാടായി ഈ കേരളം മാറുന്നത്. ഇത് തട്ടിപ്പിന്റെ ഒരു ചെറിയ തരം മാത്രമാണ്. പക്ഷെ ഈ തട്ടിപ്പ് ഒരിക്കലും നടക്കാൻ പാടുള്ളതല്ല. കാരണം സർക്കാരിലെ കൃത്യമായ നേരത്തെ പറഞ്ഞതുപോലെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യാപകനെ ഈ ക്ഷേമ പെൻഷനെ കൈപ്പറ്റുന്ന പ്രൊഫസറെയും ആ അധ്യാപകനെയൊക്കെ ഓർത്ത് ലജ്ജിക്കല്ല. എന്ത് വാക്ക് നമ്മൾ ആ വ്യക്തികളെയൊക്കെ വിശേഷിപ്പിക്കണം? ആ സാറേ എന്ന് തന്നെ വിളിക്കണം എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിച്ചാൽ മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇദ്ദേഹമൊക്കെ ആണല്ലോ ഈ നാട്ടിലെ നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്, വലിയ ഗുരുക്കന്മാരായിട്ട് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. എന്തായാലും ശക്തമായ നടപടി ഈ കാര്യത്തിൽ വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കാരണം ഇതിനകത്ത് ഇത് നിസ്സാരമായ ഒരു തട്ടിപ്പല്ല. കാരണം ഇത് ഈ ശമ്പളം മേടിക്കുന്നുണ്ട് എന്നുള്ള രേഖ ഉള്ളപ്പോൾ തന്നെ അപ്പുറ വശത്ത് പെൻഷൻ മേടിക്കുന്നുണ്ട്, അതും ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട് എന്നുള്ള രേഖയുണ്ടെങ്കിൽ ഇത് ഇത്രയും കാലമായിട്ട് തുടരാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ്. ഓരോ ഫയലും ജീവിതമാണ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ 2 ഫയലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇത് അടിയന്തരമായി ഇതിനെതിരെ നടപടികൾ എടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ശരി, തീർച്ചയായും അബിൻ വർക്കിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.